മേഘാലയയിലേക്കാണ് പോകുന്നത്. അവിടെയും 2 സീറ്റുണ്ട്, ഷില്ലോങ്ങും തുറയും. പട്ടികവിഭാഗ സംവരണ സീറ്റുകളാണ് രണ്ടും. NDA ഘടകകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. ഷില്ലോങ്ങിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP, കോൺഗ്രസ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമ്മളീ പറയുന്ന 7 സംസ്ഥാനങ്ങളിൽ ജയിച്ച ഏക സീറ്റാണ് ഷില്ലോങ് സീറ്റ്. അവിടെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP വിൻസെൻ്റ് എച്ച് പാലയാണ് തുടർച്ചയായ 4ാം തവണ മത്സരിക്കുന്നു. 4ാം ജയമാണ് അദ്ദേഹം തേടുന്നത്. തുറയിൽ സിറ്റിംഗ് MP അഗത സാങ്മയെ വീണ്ടും മത്സരിപ്പിക്കുന്നു NPP. ജനസംഖ്യയിൽ 80% ക്രിസ്തുമത വിശ്വാസികൾ. നാഗാ ഗോത്രങ്ങളാണ് മുഖ്യം. കുക്കി വിഭാഗക്കാർ ചെറുതല്ലാതെ ഉണ്ട് ഈ സംസ്ഥാനത്ത്. ശ്രീജിത്ത്, ഈ മേഘാലയ നോക്കുമ്പോൾ കോൺഗ്രസിനൊരു സിറ്റിംഗ് സീറ്റുണ്ട്, കോൺഗ്രസിന് സ്വാധീനമുണ്ട്. വേണമെങ്കിൽ 2 സീറ്റ് ജയിക്കാവുന്നൊരവസ്ഥ കോൺഗ്രസിനുണ്ടോ അവിടെ? ഉണ്ടെന്ന് പറയാം. ഒന്ന്, വിൻസെന്റ് പാല അവിടെ വളരെ ജനകീയനായിട്ടുള്ള നേതാവാണ്. പറയുന്ന രീതിയിൽ പല ഗോത്ര വിഭാഗങ്ങളുമായിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റുള്ള കണക്ഷനുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വിൻസെന്റ് പാലയ്ക്ക് അവിടെ വലിയ ജനകീയത എന്നുള്ള സംശയമില്ല. പക്ഷേ തോറയിലുള്ള നാഗദാ സംഗ്മ ശരിക്കും ഈ പറഞ്ഞ രീതിയിൽ PS സംഗ്മയുടെ മകൾ എന്നുള്ള നിലയിൽ, മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ, പിന്നെ വളരെ ജനകീയമായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. പിന്നെ ഈ പറയുന്നത് ഗാരോ ഹിൽസ് ആ വിഭാഗത്തിൽ പെടുന്നതാണ്. ഗാരോ ഹിൽസ് എന്ന് പറയുന്നത് ഏകദേശം അവർക്ക് വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു പ്രദേശമാണ്. അത് കാരണം തന്നെ ആ മേഖലയിൽ എത്രമാത്രം യഗ്ദാ സാങ്മയ്ക്കെതിരായിട്ട്, അതായത് ഈ രാഷ്ട്രീയപരമായ കാരണങ്ങൾ അല്ലെങ്കിൽ BJPക്ക് എതിരായിട്ട് ഉയരുന്ന കാര്യങ്ങൾ, ഈ ആന്റി ക്രിസ്ത്യൻ മൂവ്മെന്റിനെതിരായിട്ടുള്ള സംഭവങ്ങൾ, അതെല്ലാം അഗത സാങ്മയെ പേഴ്സണലായിട്ട് എത്രമാത്രം ബാധിക്കും എന്നുള്ളത് നമുക്ക് ഇലക്ഷനിൽ കണ്ട് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റനേകം പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഇപ്പൊ ഉത്തരാഖണ്ഡില് ഒരു ദുരന്തത്തിന് ഉള്ളിൽപ്പെട്ട ഖനിത്തൊഴിലാളികൾ കുടുങ്ങിപ്പോയപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് ഉപയോഗിച്ച വാറ്റ് മൈനിങ് സംവിധാനത്തെ കുറിച്ചൊക്കെ നമ്മൾ വലിയ ചർച്ച ചെയ്തു. യഥാർത്ഥത്തിൽ വാറ്റ് മൈനിങ് ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രദേശങ്ങളിലൊന്ന് ഈ മേഘാലയയിലെ ഈ തുറ മേഖലയിലുള്ള ഈ ജൈത്യ ഹിൽസിലാണ്. ഈ ജൈത്യ ഹിൽസിലെ ഈ റാറ്റ് മൈനിങ്ങിനെതിരായിട്ട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് യഥാർത്ഥത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് കേന്ദ്രത്തിനെതിരായിട്ടുള്ളൊരു വികാരമായിട്ട് അവിടെ പലപ്പോഴും മാറിയിട്ട്. കാരണം അവിടെയുള്ളൊരു ട്രൈബൽ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവിതമാർഗം എന്ന് പറയുന്നത് റാറ്റ് മൈനിങ് ആണ്. സ്വാഭാവികമായിട്ടും വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റ് മിനിസ്ട്രിയൊക്കെ അതിനെ എതിർത്ത് പറയുന്നുണ്ട്. പക്ഷെ അവർ ആരോപിക്കുന്നത് ഇത് എൻവയോൺമെന്റ് മിനിസ്ട്രിയോ അല്ലെങ്കിൽ മറ്റാരുടെയോ ഒരു താല്പര്യമല്ല, മറിച്ച് ഇത് വലിയ മൈനേഴ്സിന് വേണ്ടിയുള്ള ഒരു വലിയ ഈ പറയുന്ന രീതിയിലുള്ള ഇന്റർനാഷണൽ മൈനേഴ്സിന് വേണ്ടിയുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഇവരെ നിരോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതമാർഗം മുട്ടിയിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത്തരത്തിലുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാത്ത പല പ്രശ്നങ്ങളും ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ അവിടെ പല സ്ഥലത്തു നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലേക്ക് തിരിഞ്ഞു പോകാവുന്ന ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ക്രിസ്ത്യൻ വികാരം നോർത്ത് ഈസ്റ്റിൽ ഒരു കാര്യമായിട്ട് ഒരു വികാരമായിട്ട് പല സ്റ്റേറ്റുകളിലും ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം അത്രമാത്രമാണ് ഈ മണിപ്പൂരിന്റെ ഒരു അലയൊലികൾ അവിടെ ഉള്ളത്. അത് ഇരിക്കെ തന്നെ ഇത്തരം പ്രാദേശിക പ്രശ്നങ്ങൾ കൂടി ഒരുപക്ഷെ ഈ ഇവർക്ക് നാഷണൽ പീപ്പിൾസ് പാർട്ടിക്ക് എതിരായിട്ട് അവിടെ വന്നേക്കും. കാരണം അവര് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ മറ്റേ BJPയുമായിട്ടുള്ള സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. റൈറ്റ്. നമ്മളതിന് സിക്കിമിലേക്കാണ് നോക്കുന്നത്. സിക്കിമിലും ഒറ്റ ലോക്സഭാ സീറ്റേ ഉള്ളൂ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട്. 32 അംഗ നിയമസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും സിക്കിം ക്രാന്തികാരി മോർച്ചയും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. സിക്കിമിൻ്റെ ഭരണവും ഏക ലോക്സഭാ സീറ്റും കഴിഞ്ഞൊരു 1/4 നൂറ്റാണ്ടായിട്ട് 2019 വരെ ഒരു 1/4 നൂറ്റാണ്ട് കാലം SDFൻ്റെ കയ്യിലായിരുന്നു. 2019 ക്രാന്തികാരി മോർച്ച അത് പിടിച്ചെടുത്തു. SDF NDAയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. പക്ഷേ ഇക്കുറി ഒറ്റയ്ക്ക് SDF മത്സരിക്കുന്നു. SDF അങ്ങനെ മത്സരിക്കാനൊരു കാരണമുണ്ട്. കാരണം SDFിൽ നിന്ന് 10 MLAമാരെ അടർത്തിയെടുത്തിട്ടാണ് BJP നിയമസഭയിൽ അവരുടെ പ്രാതിനിധ്യം കൂട്ടിയത്. അതേ BJP തന്നെ പിന്നീട് SKMുമായിട്ട് സഖ്യമുണ്ടാക്കി അവിടെ നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 2 സീറ്റിൽ വിജയിച്ചു. അങ്ങനെ കൗതുകകരമായ ബന്ധങ്ങളും സഖ്യങ്ങളും ഒക്കെ ഉള്ളൊരു സംസ്ഥാനമാണ് സിക്കിം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ SDFും ക്രാന്തികാരി മോർച്ചയും BJPയും കോൺഗ്രസും ഒറ്റയ്ക്ക് മത്സരിക്കുന്നു.
SKM ക്രാന്തികാരി മോർച്ച സർക്കാർ അവരുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രധാനമായിട്ടും വോട്ട് ചോദിക്കുന്നത്. ഈ ശ്രീത്ത്, സിക്കിമിൽ ഈ രണ്ട് പാർട്ടികൾക്കിടയിൽ BJPയും കോൺഗ്രസും കാഴ്ചക്കാരുടെ റോൾ മാത്രമേ ഉള്ളൂ. ഏകദേശം അത് തന്നെയാണ് അവസ്ഥ. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ സിക്കിമിൽ ഒരു സമയത്തും ഈ ദേശീയ തലത്തിലുള്ള ഒരു എന്തെങ്കിലും വിഷയം സിക്കിമിൽ തെരഞ്ഞെടുപ്പിനെയോ ഒന്നും ഒരിക്കലും ബാധിച്ചിട്ടില്ല. പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വളരെ ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു ഭരണവും വലിയ തോതിലുള്ള അഴിമതി ചേർന്നിട്ടുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രാന്തികാരി മോർച്ചയുടെ വിജയത്തിന് കാരണമായത്. അതുകൊണ്ട് തന്നെ ഈ ക്രാന്തികാരി മോർച്ച തന്നെ ഇത്തവണ ഏകദേശം തുടരും എന്നുള്ളൊരു മട്ടാണ് അവിടെ നിന്നുള്ള പ്രാദേശിക ജേർണലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല മിക്കവാറും തെരഞ്ഞെടുപ്പിന് ശേഷം അത് ക്രാന്തികാരി മോർച്ചയും BJPയും തമ്മിലുള്ള സഖ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ജയിക്കുന്ന ഏത് സീറ്റും ആണെങ്കിൽ അത് പിന്തുണ ഉണ്ടാവും. കാരണം അവരുടെ എല്ലാം നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ പാർട്ടികളെല്ലാം അവരുടെ ഒരു രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത് ദേശീയ തലത്തിൽ ആര് ഭരണത്തിൽ വരും എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. അത് കാരണം തന്നെ തുടർന്ന് 2024 ദേശീയ തലത്തിൽ ആര് ഭരണത്തിൽ വന്നാലും അവർക്കൊപ്പമായിരിക്കും ഈ ഇവിടുത്തെ പ്രാദേശിക പാർട്ടികൾ. അവര് ആരാണ് ഭരണത്തിൽ വരുന്നതെങ്കിലും അവര് നിലകൊള്ളാൻ സാധ്യത ആ രീതിയിലാണ് അവിടുത്തെ പ്രാദേശിക ഭരണങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളാറുള്ളത്. അവർ സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിലുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ ഭരണത്തിന്റെ പ്രശ്നങ്ങളോ നരേന്ദ്രമോദിയുടെ ഗുണഫലങ്ങളോ ദോഷഫലങ്ങളോ ഒന്നും സാധാരണ അവിടെ ചർച്ചയിൽ വലിയ കാര്യമായിട്ട് വരാറില്ല. പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ് ചർച്ചയിൽ വരിക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുക ഈ വിഷയങ്ങൾ തന്നെയായിരിക്കും. റൈറ്റ്. ഇതാണ് വടക്കുകിഴക്കൻ മേഖലയിലെ 7 സംസ്ഥാനങ്ങളിലെ ഒരു മത്സര ചിത്രം എന്ന് പറയുന്നത്. 11-ൽ 8 എന്നുള്ളതായിരുന്നു 2019 കണക്ക്, NDAക്ക് 8 എന്നുള്ളത്. ആ കണക്ക് ഇക്കുറി മാറും എന്നാണ് സാധ്യതകൾ, അല്ലെങ്കിൽ മാറാനാണ് സാധ്യത. ത്രിപുരയിലെ കോൺഗ്രസ് CPM സഖ്യം അത്ഭുതങ്ങളുണ്ടാക്കുമോ എന്ന കൗതുകവും നിലനിൽക്കുന്നു. വടക്കുകിഴക്ക് ഒരുപക്ഷെ BJPക്ക് ഇക്കുറി നഷ്ടക്കണക്കാകാനുള്ള സാധ്യത കൂടുതലാണ്.